ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, നാളെയാണ് നമ്മുടെ എക്സാം. അപ്പോൾ ആ എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എലോങ് വിത്ത് മോഷൻ അല്ലെങ്കിൽ ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയറിനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: when the first gear is rotated, which other gear would also rotate in the same direction? ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പൽചക്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം 4 പൽചക്രങ്ങൾ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അവയുടെ ആ ഒരു സർഫസിലുള്ള നേരിയ പല്ല് പോലുള്ള ഭാഗമാണ് ഇവരുടെ ഒന്നിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്തത് മൂവ് ചെയ്യുന്നതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ അടുത്തടുത്ത് നമ്മൾ 2 പൽചക്രങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഒന്നാമത്തെ പൽചക്രം എങ്ങോട്ടേക്കാണോ കറങ്ങുന്നത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ കറങ്ങുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും രണ്ടാമത്തെ പൽചക്രം കറങ്ങുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പൽചക്രം. ഒന്നാമത്തെ പൽചക്രം ഇതാ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ പൽചക്രം അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുന്നത്. ഇനി ഈ രണ്ടാമത്തതുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ പൽചക്രത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പൽചക്രത്തിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നാലാമത്തെ പൽചക്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ പൽചക്രത്തിന്റെ ആ ഒരു ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ മക്കൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒന്നാമത്തെ പൽചക്രത്തിന്റെ അതേ ഡയറക്ഷനിൽ കറങ്ങുന്നത് ഏതാണ്? നമ്മുടെ മൂന്നാമത്തെ പൽചക്രമാണ്. അപ്പൊ ആൻസർ എത്രയാണ്? മൂന്നാമത്തെ പൽചക്രം. ഇനി അടുത്ത ചോദ്യം: വിച്ച് ഗിയർ വുഡ് ബി ദ സ്ലോവസ്റ്റ്? ഏറ്റവും വേഗം കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും? ഏതിനായിരിക്കും ഏറ്റവും വേഗം കുറവ്? നമുക്കറിയാം, ഈ ചെറിയ പൽചക്രം ഉപയോഗിച്ച് നമ്മൾ വലിയ പൽചക്രം കറക്കുമ്പോഴാണ് അതിന് വേഗത കുറയുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ വേഗത കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, 4 ഡിഫറെന്റ് സൈസിലുള്ള പൽചക്രമാണ്. അതിൽ ഏറ്റവും വേഗത കുറവുള്ളത് വലിയ പൽചക്രത്തിനാണ്. അതായത് നമ്മുടെ നാലാമത്തെ പൽചക്രത്തിനാണ് ഏറ്റവും വേഗത കുറവ്. ഇനി അടുത്ത ചോദ്യം ഇതാ മക്കളെ: ഹൗ ഷോൾ അറേഞ്ച് ഗിയർ ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ? ചലനവേഗം കുറയ്ക്കണമെങ്കിൽ പൽചക്രങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം? എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അതിന്റെ വേഗത കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചെറിയ പൽചക്രം ഉപയോഗിച്ച് നമ്മൾ വലിയ പൽചക്രം കറക്കിയാൽ മതി. അങ്ങനെ കറക്കുമ്പോൾ അതിന്റെ പ്രവർത്തന വേഗത കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ തിരിച്ച്, അതായത് വലിയ പൽചക്രം ഉപയോഗിച്ച് നമ്മൾ ചെറിയ പൽചക്രം കറക്കുമ്പോൾ അതിന്റെ പ്രവർത്തന വേഗത അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൂടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം: വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ മോഷൻ വെൻ വി അപ്ലൈങ് ഫോഴ്സ് ഓൺ ഇറ്റ്? ഓക്കെ, ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ആ വസ്തുവിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ഫുട്ബോൾ മാച്ച് ആലോചിച്ചാൽ മതി. ഒരു ഫുട്ബോളിനെ നമ്മൾ എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഫുട്ബോളിനെ നമ്മൾ തട്ടുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിനെ നമ്മൾ എന്തുണ്ട്, കാല് വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഫുട്ബോളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ സംഭവിക്കുന്നത്? 4 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഒരു വസ്തുവിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പം സംഭവിക്കുന്നത്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തേത്, റെസ്റ്റിലിരിക്കാത്ത അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തു. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ നമുക്ക് റെസ്റ്റിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ചലിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് നിശ്ചലമാക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ പോയിന്റ്, അതിൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ പറ്റും. അതായത് അതിൻ്റെ വേഗത കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ പറ്റും. നാലാമത്തെ പോയിന്റാണ് അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ദിശയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പൽചക്രത്തിൻ്റെ കേസിലാണ് പറഞ്ഞത്, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുന്ന സമയത്ത് അതിൻ്റെ ചലനവേഗത കുറയുന്നു, നേരെ തിരിച്ച് ചലനവേഗത കൂടുന്നു. ഇനി ഈ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് റീൽസ്, മെഷീൻസ്, വാച്ച്, ക്ലോക്ക്, സൈക്കിൾ, അതുപോലെ തന്നെ മോട്ടോർ കാർ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് പൽചക്രങ്ങൾ എന്നും കൂടെ നമുക്കൊന്ന് പറയാം. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതകളിലും
വ്യത്യസ്ത ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാനാണ് നമ്മൾ പൽചക്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ബൈ മേക്കിംഗ് യൂസ് ഓഫ് എ റൊട്ടേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് എ മെഷീൻ, ഗിയർ ഹെൽപ്പ് us to set it in motion more than one part of the machine in different speed and different direction. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഈ പൽചക്രങ്ങൾ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ആ ഒരു മെഷീനിൽ ഒന്നിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഗങ്ങളുടെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു, തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പൽചക്രങ്ങളെ പറ്റി ഏകദേശം ഒരു ഐഡിയ എൻ്റെ മക്കൾക്ക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് നമുക്ക് ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിലെ ബേസിക് സയൻസിൽ നമുക്ക് കരസ്ഥമാക്കണം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.